നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് നമുക്ക് ബാസ്മതി റൈസ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന റേഷനരിയില്ലേ, അത് നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കുക്കാക്കിയതിന് ശേഷം വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ റൈസ് തയ്യാറാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടെ നന്നായിട്ട് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കടായിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്തതിന് ശേഷം ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, 1 ചെറിയ കഷ്ണം കറുകപ്പട്ട, 4-5 ഏലക്കായ, 1 ടീസ്പൂൺ ഷാ ജീര അല്ലെങ്കിൽ ചെറിയ ജീര ആയാലും കുഴപ്പമൊന്നുമില്ല, 1 തക്കോലം, 4-5 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം ജാതിക്കായ, 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകാണ് വേണ്ടത്. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഞാനിപ്പോൾ ഒരു 5-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അത്ര വേണം. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി, പച്ചമുളക്, 1 സവാള സ്ലൈസ് ചെയ്തെടുത്തത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു 10-12 കാഷ്യൂനട്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഈ ഒരു പാകം ആവണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി നമുക്കിത് ഒന്ന് കോരി മാറ്റി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇനി തണുക്കാനായിട്ട് നമുക്ക് ഒത്തിരി സമയം മാറ്റി വയ്ക്കാൻ സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഐസ് ക്യൂബ്സ് ഇട്ടോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചോ വേണമെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മസാല നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ആ മസാല തയ്യാറാക്കിയ എണ്ണ ബാക്കിയുണ്ടല്ലോ, അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം, 5-8 ഗ്രാമ്പു, 1 തക്കോലം, ഇച്ചിരി ചെറിയ ജീരകം, ഒരു 3-4-5 ഗ്രാമ്പു, കുരുമുളക്, 2 ബേ ലീവ്സ് കേട്ടോ. സ്പൈസസ് ആവശ്യമായിട്ടുള്ള കുറച്ച് മതിയാകും. നമ്മൾ ആദ്യം മസാലയിൽ സ്പൈസസ് ചേർത്തതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി പച്ചമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കനെ വെച്ചിട്ട് ഇതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോൾ കണ്ടോ ചിക്കനിലുള്ള വെള്ളമൊക്കെ അതിൻ്റെ ആ സ്റ്റോക്ക് എല്ലാം ഇറങ്ങി വന്നില്ലേ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ മസാല അതിൻ്റെ ഒരു പകുതി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഇങ്ങോട്ട് മാറി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ ആ ഒരു പാകമായപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തു. തൈര് ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ആ 2 ടേബിൾ സ്പൂൺ മതിയാകും, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാസ്മതി റൈസ് കേട്ടോ. നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാസ്മതി റൈസ് ചേർത്ത് മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തത്. 4 കപ്പ് റൈസ് എടുത്തപ്പോൾ 6 കപ്പ് വെള്ളം എടുത്തു കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, അത്യാവശ്യം നല്ല ഉപ്പ് വേണമല്ലോ നമ്മുടെ റൈസിന്, അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിത് അടച്ച് വെക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും റൈസ് റെഡിയായി വരും. കണ്ടോ, ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ ആയപ്പോൾ കണ്ടോ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്കൊന്നും ആയിട്ടില്ല, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിടാം കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇത് ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് തൂക്കിയതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് നേരത്തെ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അതിനൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 3 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഇല്ലെങ്കിൽ അത് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നൊരു മസാലയില്ലേ ആ മസാലയുടെ പകുതി നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പകുതി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മസാല ഇതിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനെ ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് നേരം മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട, ഇതിൽ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളൂ. ഇതിലേക്ക് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഒരുപാട് അങ്ങ് ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്നും വേണ്ട, അങ്ങ് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതിയാകും. അതായത് എൻ്റെ ചിക്കൻ കുക്കായതാണ്, അതിൻ്റെ മിഡിൽ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തതാണ്. അപ്പം നമുക്ക് അതിൻ്റെ സൈഡെല്ലാം അതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൈ ആയിരിക്കും, ചിക്കൻ ഫ്രൈ ആയിരിക്കും നമുക്ക് ഈ മസാല തേച്ചിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസില്ലേ അതിലേക്ക് നമുക്ക് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റൈസ് റെഡിയായി വരും. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വെച്ച് വേണമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇനി അപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.